ചങ്ങായിമാരെ നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി സംഘികളർക്കിയ ഒരു പുതിയ വജ്രായുധമാണ് നാദിയ ഖാദർ. ആളൊരു മുസ്ലിം നാമധാരിയാണ്, മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പം മുസ്ലിം നാമധാരിയെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴാണല്ലോ നല്ല സപ്പോർട്ട്, പ്രത്യേകിച്ച് സംഘികളുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നത്. ഈ നാദിയ ഖാദർ തന്നെ പല വേഷങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ തട്ടമിട്ടുകൊണ്ടും ചില സമയങ്ങളിൽ തട്ടമിടാതെയും. അതിപ്പോഴല്ല സംഖ്യക്ക് ഏത് വേഷമാണ് ഇഷ്ടം ആ വേഷത്തിലാണ് ഈ നാദിയ ഖാദർ വീഡിയോ ചെയ്യുക. ഇവൾക്ക് നമ്മൾ അൻസാരി ഉസ്താദിന്റെ മെയിൻ ആയിട്ടുള്ള ദേഷ്യം എന്നറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഇവളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് ഇവളെ ഉണ്ടല്ല നല്ലോണം അങ്ങ് നാണം കെടുത്തിയിരുന്നു. പക്ഷെ ഇന്ന് ഇവളുണ്ടല്ല ആ വൈരാഗ്യം വെച്ച് ഉസ്താദ് ഇന്നലെ ഉണ്ടല്ല വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിയെ മാന്യമായി വിമർശിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഉസ്താദ് ആ പെൺകുട്ടിയെ നാണം കെടുത്തി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളുണ്ടല്ല പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കുണ്ടല്ല ഈ കഥ മനസ്സിലാണെങ്കിൽ ഉസ്താദ് ഇന്നലെ ആ പെൺകുട്ടിയെ മാന്യമായി വിമർശിച്ചുകൊണ്ട് ചെയ്ത ആ വീഡിയോ കാണണം. ആ വീഡിയോ കണ്ട ശേഷം ബാക്കി കഥകളിലേക്ക് നമുക്ക് പോകാം. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ. വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലേ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാർ അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണം കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും യഥാർത്ഥ മുസ്ലിമിന് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷ മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ കുറാൻ പഠിച്ച ആളെന്ന് പക്ഷെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായി ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും ഇടില്ലേ, അവരെ രക്ഷത്തിട്ടില്ലേ? അവർ ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റൂ. അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദികൾ. അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന അതാധ്യക്ഷം തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം തുളസി സാർ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേറിക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ള ഒരു ഓത്തോടിപ്പിക്കുന്ന അവസ്ഥയായി. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് മാന്യമായി ചെയ്തൊരു വീഡിയോ. ഉസ്താദ് ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ, മുസ്ലിം പെൺകുട്ടിയെ മാന്യമായിട്ട് തന്നെയാണ് ഇതിനകത്ത് വിമർശിച്ചിട്ടുള്ളതും മാന്യമായിട്ട് തന്നെയാണ് ഉപദേശിച്ചിട്ടുള്ളതും. ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ല ഈ വീഡിയോ കൊണ്ടിട്ട് ആ പെൺകുട്ടി കൊണ്ടില്ല വല്ലാതെ കുരുപൊട്ടി. അതായത് ഒരാൾ ഉപദേശിക്കുമ്പോൾ ചെയ്ത തെറ്റ് കാണിച്ചു കൊടുക്കുമ്പോഴല്ല ചില ആൾക്കാർക്ക് വല്ലാതെ കുരുപൊട്ടും. അവരുണ്ടല്ല അവരെ തെറ്റ് ഒരിക്കലും സമ്മതിക്കൂല. അതുപോലത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഉസ്താദ് ഉണ്ടല്ല ഇപ്പൊ ഉപദേശിച്ച ആ പെൺകുട്ടിയും. അതോടെ ആ പെൺകുട്ടി ഉണ്ടല്ല ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ നമ്മൾ ഈ നാദിയ ഖാദറിന്റെ കയ്യിലകപ്പെട്ടു എന്നല്ല, അതൊക്കെ ഉണ്ടല്ല ഇവരെ കയ്യിലകപ്പെടും. കാരണം ഇവരൊക്കെ ഉണ്ടല്ല ഒരു ടീം. അതോടെ കുരുപൊട്ടിയ നമ്മളെ നാദിയ ഖാദർ ഉണ്ടല്ല മറ്റേ പെൺകുട്ടിക്ക് വേണ്ടി ഉസ്താദിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. എന്തായാലും നമുക്ക് നാദിയ ഖാദർ ഉണ്ടല്ലോ ഉസ്താദിനെ എന്താണ് പറഞ്ഞു ഒന്ന് കണ്ടിട്ട് വന്നാലോ. നിങ്ങളുടെ ശ്രദ്ധിക്കണം കേട്ടാ. 90% വീഡിയോയിലും തട്ടമിടാത്ത ഈ നാദിയ ഖാദർ ഉണ്ടല്ല ഈ വീഡിയോയിൽ മനോഹരമായി തട്ടമിട്ടുകൊണ്ടാണ് ഉസ്താദിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ നാദിയ ഖാദർ ഇടക്കിടക്കല്ല ആ തട്ടം ശരിയാക്കുന്നത് കണ്ട എന്റെ പടച്ചോനെ, ഇതുപോലെ ദീനിയായ ഒരു മുസ്ലിം കുട്ടി ഉണ്ടല്ല ഈ ലോകത്തില്ലാതെ തോന്നുന്നു. എന്തായാലും നമുക്ക് നാദിയ ഖാദറിന്റെ കുരുപൊട്ടലുണ്ടല്ല ആ കുരുപൊട്ടൽ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം.
നിങ്ങൾക്ക് സമാധാനമായാലും അൻസാരി സുരേഷ്, അതായത് ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ മതത്തിന്റെ പേരിൽ ഒരു കുട്ടിനെ എന്താ പറയാ സ്ലക്ഷൻ ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തതാ. അവളെ പച്ചയ്ക്ക് അവളെ വലിച്ചു കീറാനായിട്ട് നിങ്ങളുടെ അനുയായികൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളുടെ ഗതികേടി പോന്ന് നോക്കിക്കേ. എന്തോരോ ആ പെൺകുട്ടി ആ വീഡിയോ നിങ്ങളുടെ ഈ ജിഹാദികൾ എന്ന് പറയുന്ന ജിഹാദികൾ ആരാണെന്ന് കൊല്ലം തുളസി സാർ ഇട്ട ആ വീഡിയോയിൽ എനിക്ക് അപ്പോഴേ തോന്നി ഈ കുട്ടീനെ അത്ര അധിക്ഷേപിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ മതത്തിലെ പെൺകുട്ടികൾ മതം വെറുക്കാൻ കാരണമാണ്? നിങ്ങളെ പോലുള്ള ആളുകളാണ്. നിങ്ങളെ പോലുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ സ്ലക്ഷൻ ചെയ്യുന്നത്, അവളുടെ വസ്ത്രസ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളെ നാടിയാലോ പാടിയാലോ അവളെ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സ്ലക്ഷൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് ഒരു അധികാരമില്ല. നിങ്ങളുടെ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. ഇവിടെ ഔലിയ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ പിന്നെ എന്താ പറയുക, മക്കയിൽ ചെന്നിട്ട് ഹറമിൽ ചെന്നിട്ട് തോഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആളുകൾ. ഇത്രയൊക്കെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പിന്നെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ സ്ലക്ഷൻ ചെയ്യാൻ പാടില്ലാന്ന്, അനാവശ്യം പറയാൻ പാടില്ലാന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങേയറ്റം അധിക്ഷേപിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അന്തസ്. എന്റെ നാദിയാകാതറെ അൻസാരി ഉസ്താദിന്റെ അന്തസ് ഉണ്ടല്ലോ, ആ അന്തസ്സിനെ കുറിച്ച് നമുക്ക് കേട്ടില്ല കൃത്യമായ ധാരണയുണ്ട്. നീ തൽക്കാലം നിന്റെ അന്തസ് ഉണ്ടല്ലോ, നിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കട്ടാ. അതായത് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം വീഡിയോ നീ ഉണ്ടല്ല, നിന്റെ അന്തസ് ഉണ്ടല്ല, നിന്റെ അന്തസ്സിനെ കുറിച്ച് നല്ലോണം ചിന്തിക്കണം കേട്ടാ. പിന്നെ നീ പറഞ്ഞു അൻസാരി ഉസ്താദ് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ട് പറഞ്ഞു. ഈ വീഡിയോയിൽ എവിടെയുണ്ടല്ലോ അൻസാരി ഉസ്താദ് ആ പെൺകുട്ടിയോ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരു മുസ്ലിം ആണെന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് ഉസ്താദ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ നീ ഇടല വല്ലാതെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ നോക്കണ്ട കേട്ടാ. പിന്നെ വിമർശിക്കും, മാന്യമായി വിമർശിക്കാനുള്ള അവകാശം ഉണ്ടല്ല എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുന്ന നിങ്ങളിട്ടില്ല, നിങ്ങളെ ആര് വിമർശിക്കാൻ പാടില്ല പറഞ്ഞത് അതുണ്ടല്ല, അത് നടക്കാത്ത കാര്യമാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ല, അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ ഉണ്ടല്ല ആൾക്കാരുണ്ടല്ല, ആൾക്കാർ കമന്റ് ഇടും, ആൾക്കാർ പ്രതികരിക്കും. അപ്പൊ അതൊക്കെ താങ്ങാൻ കഴിയാത്ത ആൾക്കാർ, അതൊക്കെ കാണുമ്പോൾ കുരുവട്ടുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നുണ്ടല്ല, ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവൾ ആരാണെന്നും ഇവളുടെ ഉദ്ദേശം എന്താണെന്നും ഇവൾക്ക് ഏതാ ടീമെന്നും മനസ്സിലാക്കാൻ വേണ്ടി ഒരാളുടെ കമന്റ്, ഇവളുടെ വീഡിയോക്ക് ഒരാളുടെ കമന്റ് കാണിച്ചു തരാം. അത് വേറെ ആരുമല്ല, നമ്മൾ ആർപിക് ഹുസൈൻ ഇല്ലേ, ആരിഫ് ഹുസൈൻ എന്ന ആർപിക് ഹുസൈൻ, ലണ്ടനിൽ നിന്ന് കണ്ടം വഴി ഓടിയ ആർപിക് ഹുസൈനാണ് ഇവളുടെ വീഡിയോ കണ്ടല്ല കമന്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവളുടെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന്. അൻസാരി ഉസ്താദിന ഇവരുടെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഇതൊന്നും മനസ്സിലാകാത്ത ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർക്കുണ്ടല്ല, അൻസാരി ഉസ്താദ് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോഴല്ല നിങ്ങൾക്ക് മൊത്തം ഈ ചിത്രം ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ എന്തായാലും അൻസാരി ഉസ്താദ് പറഞ്ഞ ആ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങൾ മാത്രം വെക്കാം. സഗൗരവം നിങ്ങളോട് പറയണം, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. നിഷ്കളങ്കരായ കുറെ മുസ്ലിമീങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പോയി ഇവരെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ട്, ഉപദേശിക്കാമെന്ന് ശ്രമിച്ചിട്ട് മറ്റു ചില ആളുകൾ പോയി തെറിയും വിളിക്കുന്നുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നവോത്ഥാന നായികക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കും ഏതോ ഒരു പെൺകുട്ടി നിഷ്കളങ്കമായി പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് തിരുത്താൻ ഒരു കാരണവശാലും തിരുത്താൻ പോരുത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം എന്ന് പറഞ്ഞില്ലേ, ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അടക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടി TG മോഹൻദാസിനെതിരെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കണം. കണ്ടല്ലേ, ഈ ക്ലിപ്പിന്റെ വ്യൂസ് എത്ര നിങ്ങൾക്കറിയോ? നോക്കൂ, കേവലം 19K അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും ഇസ്ലാം മതത്തിനകത്തുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസാണ്. അപ്പം കളി അറിയാം, കളവും അറിയാം. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ട നമ്മൾ മുസ്ലിം സമൂഹമായിരിക്കും. എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറും പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അവർക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് എന്തെങ്കിലും നന്മയുടെ വാക്താക്കളായിട്ട് മാറിയിട്ടില്ല. ഇവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവർ തന്നെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ ഓർത്തുകൊണ്ട് ഇപ്പം നാലിച്ചോക്കെ ഈ നാദിയ ഖാദറോ തസ്ലീമ നസറോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ഇന്നലെ ഞാൻ ആലോചിക്കുകയാണ്, ശ്രീകല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്നലെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. എഴുത്തുകാരിയാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
അപ്പൊ അവരൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളുമായിട്ട് സന്തോഷിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞാലേ ഇവരൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. അല്ല, നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടേതായ ഒരു ലൈഫ് സർക്കിൾ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഒരു മിനിറ്റ് പോലും ഇവരാരും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല എന്നുള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ 24 മണിക്കൂർ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യാതന ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയോ അങ്ങനെ വാതുറന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത്ര ടോക്സിക് ആയ മനുഷ്യരെ കമന്റ് ബോക്സിൽ പോയി ഉപദേശിക്കാമെന്നും പരിവർത്തനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിഫല ശ്രമത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ട, അവർ ആ വഴിക്ക് വിടുക. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വരും. അവരെ സംബന്ധിച്ചിടത്തോളം റീച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിന് പാത്രമായി നിൽക്കരുത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കുകയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, നമ്മൾ അതിന് മറുപടി പറയാനേ നിൽക്കരുത്. നമ്മൾ അവരെ ശ്രദ്ധിക്കാനേ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും ഇന്നലെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്വേഷികൾ അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ഉത്തരവാദിത്തം മുടങ്ങും, നമ്മൾ ചെയ്യേണ്ട ദൗത്യം മുടങ്ങും, നമ്മൾ ഇവർ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ജന്മങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. നമ്മുടെ ഫീൽഡിൽ വന്നാൽ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ആരിഫ് ഹുസൈന്റെ ഫീമെയിൽ വെർഷൻ ആണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ നാദിയ ഖാദർ ആരാണെന്നും നാദിയ ഖാദറിന്റെ പിന്നിൽ എത്രമാത്രം ടീംസ് ഉണ്ട് എന്നും. ഇവർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നതും ഫണ്ട് വരുന്നതും ഏത് ടീമാണെന്നും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ നാദിയ ഖാദർ ഉണ്ടല്ലോ, അൻസാരി ഉസ്താദ് ചെയ്ത ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ കൊണ്ടല്ല റിയാക്ഷൻ ആയിട്ട് വീണ്ടും വരും. ഇവൾക്കറിയാം ഉസ്താദുമാരെ, പ്രത്യേകിച്ച് അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല. സംഘികൾ അങ്ങുന്ന് മീങ്ങുന്ന് എവിടുന്നൊക്കെയോ ഓടി വന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു ഇവ കൃത്യമായിട്ട് അറിയാം. അതായത് മുസ്ലിം നാമധാരിയ ഇരുന്നുകൊണ്ട് തട്ടമിട്ടും തട്ടമിടാതെയും മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോഴല്ല സംഖ്യക്ക് വല്ലാതെ സുഖിക്കുന്നു ഇവ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സംഖ്യകളെ സുഖിപ്പിക്കുന്ന ഇവളെപ്പോഴുള്ള ടീംസിന്റെ വീഡിയോ ഉണ്ടല്ലോ, തൽക്കാലം നിങ്ങളുണ്ടല്ലോ എനിക്ക് കണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് അങ്ങ് വിട്ടേക്കുക. കാരണം നിങ്ങൾ ആ കമന്റ് ബോക്സിൽ പോയിട്ട് വിമർശിക്കുമ്പോഴാണ് ഇവക്കിട്ടുള്ള റീച്ച് നല്ലോണം കിട്ടുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴെന്തായാലും സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടി തട്ടമിട്ടും തട്ടമിടാതെയും വരുന്ന ഇവളെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.